പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശബ്ദം തീരെ ശരിയല്ലാത്തതുകൊണ്ടും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ വേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. UDF മന്ത്രിമാരായി, മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞയാണ്. ഇതിനിടയിൽ കേരളം ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു വലിയ സത്യമുണ്ട്. അത് CPM നേരിട്ട അത്യഗാധമായ പരാജയം. ആ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് CPM പോളിറ്റ് ബ്യൂറോ അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റുകളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. സത്യത്തിൽ എന്നെപ്പോലെ CPM സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിൻ്റെ ഇരുമ്പ് മറയ്ക്കുള്ളിലില്ലാത്തവരാണ്. ഈ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഏകാധിപത്യപരമായ അതിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്തൊന്നും ഞാനില്ല, ഞാൻ എന്നെ പോലുള്ളവരില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇത് എന്നെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. സഖാവ് പിണറായി വിജയൻ 2016 ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് മുഖ്യമന്ത്രി പദത്തിലേറിയ ഒരു കരുത്തനായ സഖാവായിരുന്നു. ആ സഖാവ് രൂപം കൊടുത്ത മന്ത്രിസഭയാകട്ടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിപ്രബലരായ മന്ത്രിമാരാൽ സമ്പന്നമായിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു. G. സുധാകരൻ, നമ്മുടെ ശൈലജ ടീച്ചർ, തോമസ് ഐസക്, അതുപോലെ രവീന്ദ്രനാഥൻ മാസ്റ്റർ തുടങ്ങിയ പ്രഗത്ഭരായ ഒരുപാട് മന്ത്രിമാർ കേരളം നേരിട്ട സമാനതകളില്ലാത്ത ദുരന്തങ്ങൾക്ക്, നിപ്പ, പ്രളയം പോലുള്ള ദുരന്തങ്ങൾക്കൊക്കെ ഒരൊറ്റ മനുഷ്യനെ പോലെ ഈ കേരള ജനതയെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയ പ്രബലനായ ഭരണാധികാരി തന്നെയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച വൈദ്യുതി മന്ത്രിയായിരുന്നു. കരുത്തനാണ് ഏത് അർത്ഥത്തിൽ നോക്കിയാലും. നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പക്ഷേ ജനകീയനായിരുന്നില്ല. പാർട്ടി സംവിധാനത്തിനകത്ത്, പാർട്ടി അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ അദ്ദേഹം കരുത്തനായൊരു നേതാവാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു മൊത്തം പൾസ് റേറ്റ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പണ്ടും ഇപ്പോഴും ജനകീയനായിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. 2016 മുതൽ 2021 വരെ നീണ്ട ആ ഭരണം ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന വിധത്തിലാണ് 2021 വീണ്ടും ജനം അധികാരമേൽപ്പിക്കുന്നത്. ആ സമയത്ത് ജനം മനസ്സിൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി പേരുണ്ട്. അതാണ് ശൈലജ ടീച്ചർ. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീജനങ്ങൾ, അത് CPM ഇടതുപക്ഷത്തുള്ളവരും അല്ലാത്തവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നൊരു പേരായിരുന്നു ശൈലജ ടീച്ചറുടേത്. ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ തികച്ചും ഫ്രഷ് ആയിട്ടുള്ളൊരു ടീമിനെ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന പോലെ P. രാജീവ്, MP രാജേഷ്, ശിവൻകുട്ടി പോലുള്ള ഫ്രഷ് ആയിട്ടുള്ള ടീമിനെ, KN ബാലഗോപാൽ, വളരെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഇവരൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൽ തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹം കടുത്ത നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് പിണറായി വിജയൻ സർക്കാർ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ വീണ്ടും എന്തുകൊണ്ട് തോൽക്കുന്നു? UDF കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. അവരെല്ലാ കാലത്തും ഈ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ മത ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണത്തിലൂടെ തന്നെയാണ് അവർ പ്രധാനമായിട്ടും അധികാരത്തിലേറിയത്. എങ്കിലും CPM അണികൾക്കിടയിൽ കൃത്യമായി രൂപപ്പെട്ട ഒരു ചുഴലിക്കൊടുങ്കാറ്റ് CPM-നെതിരെ തിരിഞ്ഞു. CPM ഏകശിലാരൂപിയായ പിണറായി വിജയനെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ക്യാമ്പയിൻ, അത് ഇതുവരെ ചരിത്രത്തിലില്ലാത്ത, ഇടത് സംസ്കാരത്തിന് ചേരാത്ത ഒന്നായിരുന്നു. അതൊക്കെ CPM അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള അവമതിപ്പ് നിസ്സാരമല്ല. അതുപോലെ ഗോവിന്ദൻ്റെ ഭാര്യയെ, അത് എന്നെ പോലുള്ളവരൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്, അത് ഉയർത്തിയ സദാചാര പ്രശ്നങ്ങൾ, TI മധുസൂദനെ വീണ്ടും മത്സരിപ്പിച്ചത്, ഇതൊക്കെ ആശാ വർക്കർമാരോടുള്ള അവരുടെ സമരത്തോട് കാണിച്ച നിഷേധാത്മക സമീപനം, ഇതൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ന് തിരുത്തുന്നുവോ, ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജനങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ജനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തിരുത്തുന്നുവോ, അന്ന് ഇനി CPM
ജനകീയ പാതയിലേക്ക് തിരിച്ചു വരൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം. CPM ഈ കേരളത്തിനും ഇന്ത്യക്കും അനിവാര്യമായ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ത്യക്കും കേരളത്തിനും അനിവാര്യമായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. അത് മുന്നോട്ട് തന്നെ പോകട്ടെ. നന്ദി, നമസ്കാരം.